ഇപ്പോൾ അർജുൻ ആംഗിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. സൈഫുള്ള വിവരങ്ങൾ നൽകും. സൈഫുള്ള, മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണോ ഹാജരാക്കുന്നത്? അതെ ജിംസ്, കൂത്തുപറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് ഹാജരാക്കിയിട്ടുള്ളത്. ഔദ്യോഗിക വസതിയാണ്. കൂത്തുപറമ്പ് മുൻസിഫ് കോടതിക്ക് കോമ്പൗണ്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വസതിയുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ അർജുൻ ആംഗിയെ കൊണ്ടുവന്നിട്ടുള്ളത്. 4 ജീപ്പുകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് അർജുൻ ആംഗിയെ കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാക്കുന്നത്. ഉന്നക്കൽ പോലീസും ഈ സംഘത്തിലുണ്ട്. ഉന്നക്കൽ SHOയെ ഭീഷണിപ്പെടുത്തിയതായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരിലുള്ള മറ്റൊരു കേസ്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ കീഴടങ്ങാം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇദ്ദേഹം ഊന്നുകൽ SHOയെ ഇദ്ദേഹത്തെക്കുറിച്ച് കീഴടങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഊന്നുകൽ SHO ഇദ്ദേഹം എവിടെയുണ്ടെന്നുള്ള അന്വേഷണം നടത്തിയത്. അത് അർജുൻ ആംഗിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. താൻ കീഴടങ്ങാം എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് എന്നെ അന്വേഷിച്ച് നടക്കുന്നത് എന്നുള്ള രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന് അയച്ചത്. അത് അർജുൻ ആംഗി തന്നെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെയും ഈ SHOയെ ഭീഷണിപ്പെടുത്തിയ പേരിലും കേസുണ്ട്. അങ്ങനെ 2 കേസുകൾ, ഒന്ന് ഊന്നുകൽ സ്റ്റേഷനിലും മറ്റൊന്ന് കോതമംഗലം സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട്. ഈ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്നത് ഊന്നുകൽ SHOയാണ്. അങ്ങനെ ഊന്നുകൽ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ ഈ അർജുൻ ആംഗിയെ പിടികൂടാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് അർജുൻ ആംഗിക്ക് ഇവിടുന്ന് ജാമ്യം ലഭിച്ചാൽ ഊന്നുകൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവിടെ എറണാകുളത്ത് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് മറ്റേ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസും അതുപോലെ ഈ ഊന്നുങ്കൽ SHOയെ ഭീഷണിപ്പെടുത്തിയ കേസും, ഈ 2 കേസും കേസിലായിരിക്കും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് അർജുൻ ആംഗി റിമാൻഡ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് അർജുൻ ആംഗിക്കെതിരെ കണ്ണൂർ സൈബർ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമൂഹ മാധ്യമങ്ങളുടെ അസഭ്യം പറഞ്ഞുകൊണ്ട് അപമാനിച്ചു, അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. അതുപോലെ സമൂഹത്തിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകൾ എഴുതി പങ്കുവച്ചു തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കെതിരെയാണ് അർജുൻ ആംഗിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് അർജുൻ ആംഗിക്ക് ഇന്ന് ഈ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റ് റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് മജിസ്ട്രേറ്റ് ഒരു തീരുമാനമെടുക്കും. ഇനി അത് കോടതിയുടെ കയ്യിലാണുള്ളത്. അർജുൻ ആംഗിക്ക് വേണ്ടി ഹാജരാകുന്നത് പഴയ ഒരു SFI നേതാവ് ഹസൻ എന്ന് പറയുന്ന അഭിഭാഷകനാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ കേസിൽ അർജുൻ ആംഗിക്ക് വേണ്ടി വാദിക്കുന്നത്. അർജുൻ ആംഗിയുടെ ഒരു സുഹൃത്തും കൂടിയായിരുന്നു ഇയാൾ. അതിനിടെ ഈ അർജുൻ ആംഗി ഒളിവിൽ കഴിയാൻ സഹായിച്ച 3 പേരെ പിടികൂടി ഊന്നുകൽ പോലീസിന് കണ്ണൂർ സിറ്റി പോലീസ് കൈമാറിയിട്ടുണ്ട്. ഇയാൾ ഒളിവിൽ കഴിയുന്ന സമയത്ത് ഇയാളെ സഹായിച്ച ആളുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മട്ടന്നൂരിലുള്ള ഇയാളെ സുഹൃത്താണ്. ഇയാളാണ് മട്ടന്നൂരിൽ അർജുൻ ആംഗി കാണാൻ വന്ന സമയത്ത് കൂത്തുപറമ്പ് തളിപ്പറമ്പ് എത്തിക്കാൻ വേണ്ടി സഹായം നൽകിയത്. അതിന്റെ പേരിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്ത സമയത്താണ് ആ കാര്യത്തിൽ ഇയാളുടെ പങ്ക് മനസ്സിലാക്കിയത്. അതിനുശേഷമായിരുന്നു നടപടി. അതുപോലെ തളിപ്പറമ്പിൽ നിന്നും കണ്ണൂർ താളിക്കാവിലെ വീട്ടിലേക്ക് എത്തിയത് മറ്റൊരു സുഹൃത്തിന്റെ സഹായത്താലാണ്. അദ്ദേഹത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ പയ്യന്നൂരിലെ പഴയകാല DYFI CPM പ്രവർത്തകനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളാണ് ഒരു 2 മണി ഇന്നലെ ഉച്ചക്ക് 2 മണിയോടുകൂടി കണ്ണൂർ താളിക്കാവിലെ
അർജുൻ ആംഗിയുടെ സുഹൃത്തുക്കളായ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി അർജുൻ ആംഗിയെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പിന്നീട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ ജില്ലയിൽ കേസ് രജിസ്റ്റർ ചെയ്ത കണ്ണൂർ സൈബർ പോലീസിന് കൈമാറുന്നു. സൈബർ SHOയുടെ നേതൃത്വത്തിൽ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും സൈബർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ ഇതാ അർജുൻ ആംഗിയുമായി കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് കണ്ണൂരിലെ മജിസ്ട്രേറ്റ് ലീവ് ആയതുകൊണ്ടാണ് അതിന്റെ ചുമതലയുള്ള കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിലെ വീട്ടിലേക്ക് അർജുൻ ആംഗിയെ കൊണ്ടുവന്നത്. അർജുൻ ആംഗിക്ക് ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകുമോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ അറിയാൻ വേണ്ടി സാധിക്കും. എന്തായാലും അർജുൻ ആംഗിക്ക് ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇനി എന്തായിരിക്കും കോടതിയുടെ നടപടി എന്നത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. അജിംസെ, ശരി, എന്തായാലും അർജുൻ ആംഗിയെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജാമ്യം ലഭിച്ചാൽ ഉടൻ തന്നെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കോതമംഗലത്തിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കുറേ കൂടി ശക്തമായ വകുപ്പുകളാണ്. ഇപ്പോൾ ഈ കേസിൽ ജാമ്യം ലഭിക്കുമോ എന്നാണ് പോലീസ് കാത്തു നിൽക്കുന്നത്.